കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റിമറിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ മത്സരിക്കണമെന്ന KPCCയുടെ നിർദ്ദേശത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകും. പിന്മാറി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചു. മണ്ഡലത്തിൽ വരിക പോലും ചെയ്തില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമെന്നായിരുന്നു ലീഗിന്റെ പ്രതികരണം. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ ചൊല്ലി മാത്രം രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഉമ്മൻചാണ്ടിയാണ് ആ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പിന്മാറാൻ ടി സിദ്ദിഖ് സമ്മതവും അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം, അത് കേരളത്തിലെ വയനാട്ടിൽ നിന്നാകണം എന്നുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തോട് നൽകിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ അത്യന്തം സന്തോഷത്തോടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും സ്ഥിരീകരണം. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. മൊത്തത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണം, വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വെറും അഭ്യൂഹങ്ങളാണോ എന്ന് പിന്നെയും സംശയിച്ചവർക്കായി AICCയുടെ ഭാഗിക സ്ഥിരീകരണം. KPCCയുടെ നിർദ്ദേശത്തിൽ രാഹുൽ ഗാന്ധി ഉടൻ തീരുമാനമെടുക്കുമെന്ന് വക്താവ് രൺദീപ് സുർജേവാല. കോൺഗ്രസ് പ്രസിഡന്റ് will positively consider it. ഏറ്റവും സന്തോഷത്തോടെയായിരുന്നു ടി സിദ്ദിഖിന്റെ പിന്മാറ്റ പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ ചുമതല ഏറ്റെടുക്കുമെന്നും സിദ്ദിഖ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. തൊട്ടുപിന്നാലെ പൂർണ്ണ പിന്തുണയുമായി ഘടകകക്ഷികളെല്ലാം രംഗത്തെത്തി. അദ്ദേഹം അങ്ങനെ വരികയാണെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിത്തീരുമെന്ന് ഞാൻ പറയുന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ ഒരു മുൻനിര നേതാവ് മത്സരിക്കാനെത്തുന്നത്. അടിയന്തരാവസ്ഥയിലെ പരാജയത്തിനു ശേഷം മത്സരിക്കാൻ ഇന്ദിരാഗാന്ധി മാവേലിക്കരയും പരിഗണിച്ചെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുത്തത് കർണാടകത്തിലെ ചിക്കമംഗളൂരു ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് കോൺഗ്രസ് ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്കെതിരെ മത്സരിക്കേണ്ട കോൺഗ്രസ് ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും പിണറായി പറഞ്ഞു. കേരളത്തിൽ BJPയോട് മത്സരിക്കാനല്ല വരുന്നത്, ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ്. ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വഴിക്ക് നടക്കും. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നതുകൊണ്ട് ആ പോരാട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ നേരിടുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിന് നൽകുന്ന സന്ദേശമെന്ത്? BJP അല്ല, ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണ് ഇതിലൂടെ രാജ്യത്ത് നൽകുന്നതിനിടയാക്കുക. അത് ശരിയാണ്, സ്വയം ആലോചിക്കട്ടെ. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത് അമേഠിയിൽ ജയസാധ്യത ഉറപ്പില്ലാത്തതുകൊണ്ടാണെന്ന ആരോപണമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമാകുന്നത്. 2014 നരേന്ദ്രമോദി ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മത്സരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ആരോപണത്തിന് മറുപടി നൽകുന്നത്. എന്നാൽ 26 സീറ്റുകളുള്ള ഗുജറാത്തിന് പുറമെ 80 സീറ്റുള്ള ഉത്തർപ്രദേശിലാണ് നരേന്ദ്രമോദി മത്സരിച്ചത്. 28 സീറ്റുള്ള കർണാടകം പോലും വേണ്ടെന്ന് വെച്ചാണ് 20 സീറ്റുകൾ മാത്രമുള്ള കേരളത്തിലേക്ക് രാഹുൽ എത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ 2 സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ പുതുമയില്ല. എന്നാൽ അങ്ങനെ മത്സരിച്ചിരുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടായിരുന്നു. ആദ്യത്തേത് സിറ്റിംഗ് മണ്ഡലത്തിൽ ജയസാധ്യത കുറയുമ്പോൾ, രണ്ടാമത്തേത് ഒരു സംസ്ഥാനത്താകെ മാറ്റമുണ്ടാക്കുന്ന നേതൃസാന്നിധ്യം അനിവാര്യമായിരുന്നപ്പോൾ. അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമെല്ലാം 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചത് രണ്ടാമത്തെ കാരണം കൊണ്ടായിരുന്നു. ഉത്തർപ്രദേശ് കൂടി പിടിക്കാനായിരുന്നു മോദിയുടെ വാരണാസി മത്സരം. അത് ഫലം കണ്ടു. ദക്ഷിണേന്ത്യയിൽ തരംഗമുണ്ടാക്കാനായിരുന്നു ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും 2ാം സീറ്റായി കർണാടകത്തിൽ മത്സരിച്ചത്. പക്ഷേ ഇപ്പോൾ 2ാം സീറ്റിനായി രാഹുൽ കണ്ടുവച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉറച്ച കോൺഗ്രസ് സീറ്റാണ്. ഈ സാഹചര്യത്തിലാണ് അമേഠിയിലെ ജയസാധ്യതയെക്കുറിച്ച് BJP ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട് തെരഞ്ഞെടുത്തതെന്നും കൂടി പറയണം. അവിടെ രക്ഷയില്ലാതെ BJPയോട് മത്സരിച്ച് ഒറ്റപ്പെടുന്നു, തോക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്ത് അനുകൂല ഘടകമാണ് കേരളത്തിലുള്ളത്? കാരണം ഇവിടെ സഹായിക്കാൻ CPM ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത്
കോൺഗ്രസിന്റെ മുഖ്യശത്രു ആരെന്ന ചോദ്യത്തിനും ഇടയാക്കിയിട്ടുണ്ട്. BJP-യാണ് മുഖ്യശത്രുവെങ്കിൽ കർണാടകത്തിൽ BJP-ക്കെതിരെയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. 28 സീറ്റുകളുള്ള കർണാടകത്തിൽ കോൺഗ്രസ് JD സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള അനുകൂല സാഹചര്യം തരംഗമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു രാഹുലിന്റെ സാന്നിധ്യത്തിന്. ഇതിനെല്ലാം അപ്പുറം CPM-നെയും ഇടതു പാർട്ടികളെയും നേരിടാനാണ് രാഹുൽ തയ്യാറെടുക്കുന്നതെങ്കിൽ കുറഞ്ഞപക്ഷം വടകരയിലെങ്കിലും മത്സരിക്കണമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കുറവല്ല. TJ ശ്രീലാൽ, ന്യൂസ് 18. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന ആദ്യ ഗാന്ധി കുടുംബാംഗമല്ല രാഹുൽ ഗാന്ധി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധി സഭയിലെത്താൻ വഴി തേടിയത് കർണാടകയിലെ ചിക്കുമംഗലൂർ ഉപതെരഞ്ഞെടുപ്പ് വഴിയായിരുന്നു. 99-ൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയ സോണിയാഗാന്ധിയും അമേഠിക്ക് പുറമെ കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായ ബെല്ലാരിയിലും ജനവിധി നേടി. റായ്ബറേലിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തട്ടകം. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം റായ്ബറേലി ജനത ഇന്ദിരയ്ക്കെതിരായി വിധിയെഴുതി. ഇന്ദിര തോറ്റു. പാർലമെന്റിലെത്താൻ ഇന്ദിരാഗാന്ധി പുതിയ വഴി കണ്ടെത്തി. അതായിരുന്നു ചിക്കുമംഗലൂർ ഉപതെരഞ്ഞെടുപ്പ്. 77-ലെ ഇന്ദിരാവിരുദ്ധ തരംഗത്തിലും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ണായിരുന്നു കർണാടകയിലേത്. ചിക്കുമംഗലൂർ MP ആയിരുന്ന DB ചന്ദ്രഗൌഡ ഇന്ദിരാഗാന്ധിക്കായി രാജിവെച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇന്ദിരാഗാന്ധി പാർലമെന്റിലെത്തി. 80-ൽ ഇന്ദിര മേധക്കിലേക്ക് മാറി. 99-ൽ ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ സോണിയാഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി തേടിയത്. രാജീവ് ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന അമേഠിയിലും കർണാടകയിലെ ബെല്ലാരിയിലും. 98-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൈവിട്ട് BJP-യെ തുണച്ചിരുന്നു അമേഠി. അതുവരെ കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ചു പോന്ന ബെല്ലാരി എന്ന സുരക്ഷിത മണ്ഡലം തിരഞ്ഞെടുക്കാൻ അതും കാരണമായി. അമേഠിയിൽ BJP-യിലെ സഞ്ജയ് സിംഗിനെയും ബെല്ലാരിയിൽ സുഷമാ സ്വരാജിനെയും സോണിയ തോൽപ്പിച്ചു. ബെല്ലാരിയിലെ MP സ്ഥാനം രാജിവെച്ച് അമേഠി സോണിയാഗാന്ധി നിലനിർത്തി. അത്യാവശ്യ ഘട്ടങ്ങളിൽ തുണച്ച ദക്ഷിണേന്ത്യൻ മണ്ഡലങ്ങൾ കൈവിട്ടതാണ് ഇതുവരെയുള്ള ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രം. 2ഇടത്തുനിന്ന് ജനവിധി തേടുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചാൽ മണ്ഡലം നിലനിർത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. നിലമ്പൂർ ഇടക്കരയിൽ ഫ്ലക്സുകൾ തയ്യാറാക്കി CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയെ UPA-യുടെ വയനാട് മണ്ഡല സ്ഥാനാർത്ഥിയായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും വയനാട് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് അടിച്ച് പ്രചാരണത്തിന് ഇവർ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. ഞങ്ങൾ വയനാട് പാർലമെന്റിൽ ജയിച്ചു പോയതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണുന്നത്. ഇതിൽ UDF, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും എടക്കര ഭാഗത്തുള്ള എല്ലാ പ്രവർത്തകരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. അത് അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഇനി ഒരു പക്ഷേ മറ്റൊരു തീരുമാനം നിങ്ങൾക്ക് നിരാശ ഉണ്ടായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ട്. KPCC-യുടെയും AICC-യുടെയും എല്ലാം വക്താക്കൾ അദ്ദേഹം ഈ ഒരു KPCC-യുടെ ആവശ്യം അംഗീകരിക്കുകയും വയനാടിന്റെ മണ്ണിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്നാണ് ഇവിടുത്തെ UDF-ന്റെ ശക്തരായ എല്ലാവരും, ജനാധിപത്യ വിശ്വാസികളായ എല്ലാ നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് കണ്ണും നട്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത്. ശുഭപ്രതീക്ഷയിലാണ്. വളരെ പ്രതീക്ഷയിലാണ് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെല്ലാം തന്നെ, പ്രത്യേകിച്ച് UDF പ്രവർത്തകരെല്ലാം തന്നെ. അനുകൂലമായ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. റെക്കോർഡ് ഭൂരിപക്ഷം, കേരളം ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകുക എന്നവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ലെങ്കിൽ പോലും വലിയ ആവേശത്തിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ UDF പ്രവർത്തകരെല്ലാം. എടക്കരയിൽ നിന്നും ക്യാമറമാൻ അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അനിശ്ചിതത്വങ്ങൾ അവസാനിച്ചു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ തന്നെ. അതിനിടെ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാകാൻ പരിഗണിച്ചെന്ന വാർത്തകളോട് പൊട്ടിത്തെറിയോടെയായിരുന്നു കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ പ്രതികരണം. BJP-യുടെ ഒട്ടുമിക്ക നേതാക്കളുടെയും പുറമെ നിന്നുള്ളവരുടെയും പേരുകൾ പറഞ്ഞുകേട്ട പത്തനംതിട്ടയിൽ ഒടുവിൽ K സുരേന്ദ്രൻ തന്നെ. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ജനറൽ സെക്രട്ടറി MT രമേശ്, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ തള്ളിയാണ് സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം ഹോട്ട് സീറ്റിൽ അവസരം നൽകിയത്. വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ജാതിയോ മതമോ ഒന്നുമല്ല, അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു വികാരം പത്തനംതിട്ടയിലുണ്ട്. BDJS-യുമായി BJP കേന്ദ്ര നേതൃത്വം അവസാനപ്പെട്ട ചർച്ചയും നടത്തിയ ശേഷമാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. RSSന്റെ സമ്മർദ്ദവും സുരേന്ദ്രന് അനുകൂലമായി. സംസ്ഥാനത്തെ 13 മണ്ഡലങ്ങളിലെയും പാർട്ടി സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ പ്രഖ്യാപിച്ചിരുന്നു. രണ്ടാം പട്ടികയിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത് നേതാക്കളെയും അണികളെയും നിരാശരാക്കിയതിന് പിന്നാലെയാണ് പുതിയ നടപടി. കോൺഗ്രസ് നേതാവ് PJ കുര്യൻ
പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായി വരുമെന്ന വാർത്തകളും ഈ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. പൊട്ടിത്തെറിച്ചായിരുന്നു ഈ വാർത്തകളോട് കുര്യന്റെ പ്രതികരണം. എന്തോ തോന്നിവാസമായി ചോദിക്കുന്നത്? ഞാൻ കോൺഗ്രസ്സുകാരെ തുടരുകയല്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞു. ഉപരാഷ്ട്രപതിയാക്കാമെന്ന് നേരത്തെ BJPയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നെന്നും നിഷേധിക്കുകയായിരുന്നെന്നും കുര്യൻ പറഞ്ഞു. കോൺഗ്രസുമായി ഇടങ്ങി നിന്നിരുന്ന PJ കുര്യനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം BJP നടത്തിയിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം കുര്യനെ അനുനയിപ്പിച്ചതായാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിൽ ശബരിമല പ്രചാരണ വിഷയമാകുമെന്ന് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അഭ്യൂഹങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി K. സുരേന്ദ്രൻ എത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പാർട്ടി തീരുമാനം വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ തീരുമാനത്തെ? തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച് അവിടെ വിജയിക്കാനാവുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് BJPക്കുള്ളത്. ഇടതു വലതു മുന്നണികൾ പ്രചരണ രംഗത്തേറെ മുന്നേറ്റി കഴിഞ്ഞു. ഇതുപോലൊരു പ്രധാനപ്പെട്ട ഒരു പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകിപ്പോയി എന്ന് കരുതുന്നുണ്ട്. എപ്പോൾ ഇറങ്ങുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം, അവസാനം ആര് ജയിക്കുന്നു എന്നുള്ളതിലാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണത്. ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷൻ. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ശബരിമല ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ചാ വിഷയമാവും. ശബരിമല ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ദേവാലയങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. അതാരും ഉപയോഗിക്കില്ലല്ലോ. ശബരിമല വിഷയം ചർച്ച ചെയ്ത് തന്നെ 100% ശബരിമല വിഷയം സജീവ ചർച്ചാ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണോ പത്തനംതിട്ട വേദിയാവുക? അവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ്. ഇടതുപക്ഷം അപ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് K. സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. വിമത MP ശത്രുഘ്നൻ സിൻഹയെ ഒഴിവാക്കി ബീഹാറിൽ NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശത്രുഘ്നൻ സിൻഹ പ്രതിനിധീകരിച്ചിരുന്ന പാട്ന സാഹിബ് മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മത്സരിക്കും. അതേസമയം LJP നേതാവ് രാംവിലാസ് പാസ്വാൻ ഇത്തവണ മത്സരിക്കില്ല. സംസ്ഥാനത്ത് ആകെയുള്ള 40 മണ്ഡലങ്ങളിൽ BJPയും JDUവും 17 വീതം സീറ്റുകളിലും LJP 6 സീറ്റിലും മത്സരിക്കും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എന്നും തലവേദനയായിരുന്നു കഴിഞ്ഞ 3 തവണയായി പാട്ന സാഹിബ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശത്രുഘ്നൻ സിൻഹ. നോട്ട് നിരോധനമടക്കം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട പരിഷ്കാര നടപടികളുടെ കടുത്ത വിമർശകനായിരുന്നു ശത്രുഘ്നൻ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഹോളി ആശംസകൾ നേർന്നപ്പോഴും സിൻഹ മോദിയെ വിമർശിച്ചിരുന്നു. BJP MP ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ വേദികളിലെ സാന്നിധ്യമായിരുന്ന ശത്രുഘ്നന് സീറ്റ് നൽകില്ലെന്ന് ഉറപ്പായിരുന്നു. ശത്രുഘ്നൻ പ്രതിനിധീകരിക്കുന്ന പാട്ന സാഹിബിൽ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ രവിശങ്കർ പ്രസാദാണ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് ബെഗുസരായിയിലും രാധാമോഹൻ സിംഗ് ഈസ്റ്റ് ചമ്പാരനിലും രാംകൃപാൽ യാദവ് പാടലിപുത്രയിൽ നിന്നും മത്സരിക്കും. RK സിംഗ് 6 മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ രാജീവ് പ്രതാപ് റൂഡിയാണ് സരൺ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അതേസമയം ഹാജാപൂരിൽ നിന്ന് 9 തവണ ലോക്സഭയിലെത്തിയ LJP നേതാവ് രാംവിലാസ് പാസ്വാൻ ഇത്തവണ മത്സരരംഗത്തില്ല. പകരം സഹോദരൻ പശുപതി കുമാർ പരസ് അവിടെ ജനവിധി തേടും. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ സിറ്റിംഗ് സീറ്റായ ജാമോവിയിൽ നിന്ന് ജനവിധി തേടും. BJP സീറ്റ് നിഷേധിച്ച ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് ടിക്കറ്റിൽ പാട്ന സാഹിബ് മണ്ഡലത്തിൽ മത്സരിച്ചേക്കും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഇനിയില്ല. പകരം ഓൾ ഇന്ത്യ തൃണമൂൽ മാത്രം മതി തീരുമാനമായി മമതാ ബാനർജി. കോൺഗ്രസിൽ നിന്ന് അകന്ന് പുതിയ പാർട്ടി രൂപീകരിച്ച് 21 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് തൃണമൂലിനൊപ്പം കോൺഗ്രസ് വേണ്ടെന്ന മമതയുടെ തീരുമാനം. കോൺഗ്രസ് പതാകയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇതുവരെ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം. മമതാ ബാനർജിയുടെ പുതിയ തീരുമാനം അനുസരിച്ച് നീല പശ്ചാത്തലത്തിൽ ഇരട്ടപ്പൂക്കളും പച്ച നിറത്തിൽ തൃണമൂൽ എന്നെഴുതിയിരിക്കുന്നതുമാണ് പുതിയ ചിഹ്നം. CPM-നോട് കോൺഗ്രസിന് മൃദു സമീപനമെന്ന ആരോപണമുന്നയിച്ചാണ് 1998-ൽ കോൺഗ്രസ് വിട്ട് മമതാ ബാനർജി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയത്. പാർട്ടി വിട്ട് 21 വർഷങ്ങൾക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസിനെ തൃണമൂൽ എന്ന് മാത്രമാക്കി ചുരുക്കുകയാണ് മമതാ ബാനർജി. പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും പുതിയ പേരിൽ മതിയെന്നാണ് നിർദ്ദേശം. ഇത് മാറ്റത്തിന്റെ സൂചനയെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. പേരിലും ചിഹ്നത്തിലും മാറ്റമുണ്ടാക്കിയെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് തന്നെയായിരിക്കും വോട്ടിംഗ് മെഷീനിൽ. പ്രതിപക്ഷ മഹാസഖ്യത്തിൽ നിർണായക പങ്ക് വഹിക്കുക എന്ന ലക്ഷ്യവും ഈ പേരുമാറ്റത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
BJP സർക്കാരിനെതിരെ വേറിട്ട സമരവുമായി തമിഴ്നാട്ടിലെ കർഷകർ. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 111 പേരെ മത്സരിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. വരൾച്ചാ ദുരിതാശ്വാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് തെരഞ്ഞെടുപ്പ് സമരം. നഗ്നരായും മൂത്രം കുടിച്ചും ചത്ത എലിയെ കടിച്ചുപിടിച്ചും ഡൽഹിയിൽ 100 ദിവസമാണ് തമിഴ്നാട്ടിലെ കർഷകർ സമരം നടത്തിയത്. സമരം ദേശീയ ശ്രദ്ധയാകർഷിച്ചതോടെ വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന തമിഴ്നാട് കർഷകർക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സമരം അവസാനിപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കർഷകർ തീരുമാനിച്ചത്. പ്രചാരണങ്ങൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുമായി 300 കർഷകർ അടുത്ത മാസം വാരണാസിയിലേക്ക് പോകും. തിരുവണ്ണാമലൈ, തിരുച്ചിറപ്പള്ളി ജില്ലകളിലെ 111 കർഷകരാണ് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് വിജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വേറിട്ട സമരം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നതിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയെങ്കിലും അംഗീകരിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പ്രചാരണ ചൂടിൽ മണ്ഡലങ്ങൾ. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ എങ്ങും തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളും ചൂടുപിടിച്ചു. 4 ആൾ കൂടുന്നിടത്തൊക്കെ വോട്ടും സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ ചർച്ചകൾ. ആറ്റിങ്ങൽ മാർക്കറ്റിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി VR കാർത്തിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശക്തമായ ത്രികോണ മത്സരത്തിന് ആറ്റിങ്ങലിൽ അരങ്ങൊരുങ്ങി കഴിഞ്ഞു. പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളും സജീവമായി. എങ്ങും തെരഞ്ഞെടുപ്പാണ് ചർച്ച. കടനംകുളം മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു മാറ്റത്തിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും തെരഞ്ഞെടുപ്പ് ആയി ചൂട് പിടിക്കുകയാണ്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? കുഴപ്പമില്ല. ആര് ജയിക്കും? അത് പറയാൻ പറ്റും. നമുക്കൊന്നും പറയാൻ പറ്റൂല തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന്. എല്ലാം പടച്ചോന്റേതാണ്. ജയിച്ചാൽ കൊള്ളാം. അവര് സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. വന്ന സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. ഒരു കുഴപ്പമില്ല. ജയിക്കണവര് നാട്ടിൽ നല്ലത് ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ജയിച്ചാൽ ജീവാരിക്കണ്ടെങ്കിൽ പോകരുത്. പിന്നെ കിട്ടൂല. ഇത്തവണ ഒരു നല്ല പോരാട്ടമാണോ? ആര് ജയിക്കുന്നല്ലോ പറയാൻ പറ്റൂല. മക്കളെ മോളിലിരിക്കണ ഒരാളിന് മാത്രമേ അറിയാൻ പറ്റൂ. മക്കൾക്ക് എനിക്കാ, മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റൂല. ആറ്റിങ്ങിൽ നല്ല മത്സരം നടക്കും. നടക്കും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം വോട്ടും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ കൊണ്ടുപോകും. നമ്മുടെ ചിഹ്ന കൈയാണ്. നമ്മുടെ അരിക്കെങ്കിലും വില കുറയും സാധനത്തിന്. വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം VR കാർത്തിക്, ന്യൂസ് 18. ആറ്റിങ്ങലിലും കോലീബി സഖ്യമുണ്ടെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. സമ്പത്ത്. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിനായി ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കി. ഇത്തവണയും ആറ്റിങ്ങൽ ഒപ്പം നിൽക്കുമെന്നും സമ്പത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ നാട്ടിലെ പ്രിയപ്പെട്ട സമ്മതിദായകരെ നേരിൽ കാണാൻ, നേരിൽ കണ്ടോട്ട് അഭ്യർത്ഥിക്കാൻ ഡോക്ടർ A. സമ്പത്ത് ഇതാ കടന്നു വരികയാണ്. ആറ്റിങ്ങലിന് A. സമ്പത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് A. സമ്പത്തിന്റെ വോട്ടഭ്യർത്ഥന. ജനങ്ങളാണല്ലോ ഇതെല്ലാം വിലയിരുത്തുന്നത്. ഞാൻ വെറും ഒരു സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ളൊരു ദൗത്യം വോട്ടഭ്യർത്ഥിക്കുക, വിജയിച്ചു വരിക. ഈ നാടിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആറ്റിങ്ങലിന്റെ ചുവന്ന മുത്ത് കേൾക്കുന്ന ശബ്ദം ഡോക്ടർ A. സമ്പത്ത് ഈ നാട് നൽകുന്ന ആവേശജനമായ സ്വീകരണങ്ങൾ ഇതാ ഹൃദയത്തിലേറ്റു വാങ്ങുകയാണ്. ശക്തരായ എതിർ സ്ഥാനാർത്ഥികൾ ആണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയാണോ? ഇതൊരു മാരത്തോൺ ഓട്ടമാണ്. പുറകിൽ ആര് വരുന്നു, ഇനി ആരെല്ലാം എന്തെല്ലാം പറയുന്നു, ആരെല്ലാം എന്തെല്ലാം പരിഹസിക്കുന്നു, ഇത് നോക്കി നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്കതിന് നേരവുമില്ല. 10 വർഷക്കാലം ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടാനുള്ള എന്താണ്? പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എന്നിൽ ജനങ്ങൾ അർപ്പിച്ചതായ വിശ്വാസത്തിന് കണ്ണിലെ ലക്ഷമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. കരിമ്പ് പോർലേൽക്കാം. ഇന്ത്യയുടെ പാർലമെന്റ് ഒരു കോലീബി സഖ്യം എന്ന ആരോപണം കൊടിയേറി. ആറ്റിങ്ങലിൽ അങ്ങനെ ഒരു സഖ്യമുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും അവരത് കൊണ്ടുവരുമല്ലോ. ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ടൊന്നും ഇത് ഉണ്ടാവില്ലല്ലോ. ഈ ഇത്തവണ ഭൂരിപക്ഷം കൂടും. അല്ല, നിങ്ങൾ നോക്കി അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളുക. ഞാനല്ലല്ലോ ഇതെല്ലാം പറയാൻ. ഞാൻ വെറും ഒരു സ്ഥാനാർത്ഥി. അടയാളം ചുറ്റികാരിവാൾ നക്ഷത്രം. ഒരു ഹാട്രിക് വിജയം നേടാൻ ആവുമെന്ന ശുഭാപ്ത വിശ്വാസത്തിൽ തന്നെയാണ് A. സമ്പത്ത് ഇപ്പോഴും.
ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇത്തവണയും ഇടുക്കിയിലെ പ്രധാന പ്രചരണ വിഷയങ്ങളിലൊന്ന്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതും ഇതേ കാരണങ്ങൾ കൊണ്ടായിരുന്നു. റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള ആശങ്ക ഊതി വീർപ്പിച്ചതാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ അല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി UPA സർക്കാർ പുറത്തിറക്കിയ കരട് വിജ്ഞാപനം മലയോര ജില്ലയിൽ വമ്പിച്ച പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. അന്നത്തെ MP PT തോമസിന് ജില്ലയിൽ കാലുകുത്താനാവാത്ത അവസ്ഥ. ക്രൈസ്തവ സഭകളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സമര നേതൃത്വം ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഏറ്റെടുത്തു. റിപ്പോർട്ട് ഭേദഗതി ചെയ്യുന്നതിനായി കേന്ദ്രം കസ്തൂരിരംഗനെയും സംസ്ഥാനം ഉമ്മൻ വ്യൂമനെയും നിയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. ഇടതു പിന്തുണയോടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് കന്യംഗത്തിൽ വമ്പൻ വിജയം. 5 വർഷത്തിനുപുറം ജോയ്സും സമിതിയും ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു ആശങ്കയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. 2014 ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത് ഇടുക്കിയിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടും ജോയ്സ് ജോർജും CPM-ഉം LDF-ഉം ഒക്കെ ആ ഉയർത്തിയ തെറ്റിദ്ധാരണകൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ജോയ്സിന് ജയിക്കാൻ പറ്റിയത്. എന്നാൽ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നീട് ശരിയെന്ന് തെളിഞ്ഞതായി ജോയ്സ് ജോർജ്. തന്റെ നിരന്തര ഇടപെടലിലൂടെയാണ് സ്ഥിതിഗതികൾ മാറിയതെന്ന് അവകാശവാദം. നവംബർ 13, 2013 ഉത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ പറയുവാണ്, വീണ്ടും ഞങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് പറയുന്നതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഉത്തരവ് ഭേദഗതി ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൻ്റെയും ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അപഹാസ്യതയാ മനസ്സിലാവില്ല ഇടുക്കിക്കാർ. UDF-ൻ്റെ ആളുകൾ ഇപ്പോഴും ധരിച്ചു വെച്ചിട്ടുള്ളത് ഇടുക്കിയിലെ ആളുകൾ പഴയതുപോലെ എന്തും ആർക്കും പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണ് എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. ഇടുക്കിയിലെ എൻ്റെ ജനങ്ങൾ നല്ല ബോധ്യമുള്ളവരാണ്, കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ്. പരിസ്ഥിതി ദുർബല മേഖലകളിൽ പെടുമെന്ന ആശങ്കയെ തുടർന്ന് പലയിടങ്ങളിലും ഭൂമി വിറ്റുപോകാനാവാത്ത അവസ്ഥ ഇപ്പോഴും തുടരുന്നു. ഇതിനിടയിലാണ് ഇരുമുന്നണികളുടെയും രാഷ്ട്രീയ പ്രചരണ വേദികളിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ സജീവമാകുന്നത്. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18. വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാവും.